ഇന്ത്യ പാകിസ്ഥാൻ്റെ നിയന്ത്രണത്തിലാകും. സത്യത്തിൽ ഇത് കേൾക്കുമ്പോൾ ഇന്ത്യക്കാർക്കാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാരിനാണെങ്കിലും ചോര തിളയ്ക്കുന്ന ഒരു കാര്യമാണ്. പറയുന്നത് പാകിസ്ഥാൻ്റെ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറാണ്. ഇന്ത്യയുടെ എല്ലാ നിയന്ത്രണവും പാകിസ്ഥാൻ ഏറ്റെടുക്കാൻ പോകുന്നു. അസീം മുനീറിന് എന്തിൻ്റെ പ്രശ്നമാണ്? അസീം മുനീർ എന്ന് പറഞ്ഞ പാക് സൈന്യാധിപൻ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ഇപ്പോൾ അമേരിക്കയിലാണുള്ളത്. അമേരിക്കയിൽ വെച്ചിട്ടാണ് പറയുന്നത് പാകിസ്ഥാനിലെ സൈന്യം ഇന്ത്യയെ ആക്രമിക്കാനായിട്ട് സജ്ജമായി നിൽക്കുന്നു. അവർക്ക് ഇന്ത്യയെ ആക്രമിക്കാൻ കഴിയാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട്, വലിയ ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇന്ത്യക്ക് നേരെ ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകാം. അതിനുശേഷം ഇന്ത്യയുടെ നിയന്ത്രണം മുഴുവൻ പാകിസ്ഥാൻ്റെ കൈവശം എത്തിച്ചേരും എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എന്ത് കാര്യം നടപ്പാക്കണം, ഇന്ത്യയിൽ ഏത് കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണം, ഇത് തീരുമാനിക്കുന്നത് പാകിസ്ഥാനാണ്. ഇത് പറയുന്ന ആരാ? അസീം മുനീർ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ സൈനിക മേധാവി. ഒരുപക്ഷെ പാകിസ്ഥാൻ്റെ ഭരണാധികാരികളെക്കാൾ ഏറ്റവും പവർഫുള്ളായ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് അവിടുത്തെ സൈന്യാധിപനായിരിക്കും. ഈ സൈന്യാധിപനാണ് ഇപ്പോൾ ഇക്കാര്യം പറയുന്നത്. അപ്പം ഇതേ അസീം മുനീറിന് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ലഞ്ച് കൊടുക്കാന്നൊക്കെ നമ്മൾ പറയത്തില്ല, അത്തരത്തിലുള്ള ഒരു വിരുന്ന് നൽകി. ഈ വിരുന്നിൽ അസീം മുനീറിനെ ഡൊണാൾഡ് ട്രംപ് പങ്കെടുപ്പിക്കുകയും അതിൻ്റെ വിശദ വിവരങ്ങളൊന്നും പുറത്തു പറയാതിരിക്കുകയും ചെയ്യുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അമേരിക്കയ്ക്ക് എല്ലായ്പ്പോഴും പാകിസ്ഥാനോട് ഒരു സോഫ്റ്റ് കോർണറുണ്ട്. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചത് ട്രംപാണെന്ന് വീണ്ടും നരേന്ദ്രമോദിയോട് ട്രംപ് പറഞ്ഞു. നമ്മൾ പലതവണ ഇത് നിഷേധിച്ചാണ്. ഒടുവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ട്രംപിനോട് പറഞ്ഞു, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ ഒരു രാജ്യത്തിൻ്റെയും പങ്കുണ്ടായിരുന്നില്ല. അതുപോലെ ഇനി മറ്റൊരാൾ പങ്കുണ്ടെന്ന് പറഞ്ഞ അവകാശവാദവുമായി വന്നാൽ ഞങ്ങളത് ഒട്ട് അംഗീകരിക്കുകയുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തിട്ട് അസീം മുനീർ ഇത്തരം ഒരു പ്രസ്താവന നടത്തണമെങ്കിൽ അമേരിക്കയുടെ പിന്തുണ നിങ്ങൾക്കുണ്ട്, അമേരിക്ക എല്ലായ്പ്പോഴും നിങ്ങൾക്കൊപ്പമാണ് എന്ന് വ്യക്തമായ ഒരു ഉറപ്പ് നൽകിയിട്ടായിരിക്കില്ലേ. അപ്പോൾ പാകിസ്ഥാൻ വംശജരായ കുറേ അധികം ആളുകൾ അമേരിക്കയിൽ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ ജോലി ചെയ്യുന്ന ആളുകൾ അവിടെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. വിക്ടറി സ്പീച്ച് എന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നേടിയ വിജയത്തിൻ്റെ ആഹ്ലാദം പ്രകടിപ്പിക്കാനായിട്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി എത്തുന്നത് പാകിസ്ഥാൻ്റെ സൈന്യാധിപനായ അസീം മുനീർ. ഈ അസീം മുനീർ ആരാ? ചരിത്രപരമായിട്ട് പദവികൾ നൽകുന്ന ഫീൽഡ് മാർഷൽ എന്ന പദവിക്ക് ഉടമസ്ഥൻ. അതായത് പാകിസ്ഥാനിൽ രണ്ടാമത് മാത്രം ഫീൽഡ് മാർഷൽ പദവി ലഭിച്ച അസീം മുനീർ. അപ്പോൾ ഈ പദവി ലഭിച്ചത് എന്തുകൊണ്ടാണ്? മറ്റൊരു രാജ്യത്തിനെതിരെ യുദ്ധം നടത്തി വിജയം നേടി എന്നുള്ളത് കൊണ്ട് ആ രാജ്യം ഓണററി ബഹുമതി എന്ന നിലയിലായിരിക്കാം ഒരുപക്ഷെ ഇത് നൽകിയത്. അതേ അസീം മുനീർ പറയുന്നു, ഞങ്ങൾ ഇനി ഇന്ത്യയുടെ നിയന്ത്രണം മുഴുവൻ കൈക്കലാക്കും, അതിന് വലിയ താമസമില്ല. പാകിസ്ഥാൻ കുറച്ചുകൂടി ലിബറൽ ആകാൻ പോവുകയാണ്. ഞങ്ങൾ പാകിസ്ഥാനിലെ പള്ളികളോടൊപ്പം തന്നെ സിനിമാശാലകളും ആരംഭിക്കുന്ന രീതിയിലേക്ക് വിപുലമായ മാറ്റത്തിനൊരുങ്ങുന്നു. ഒപ്പം തന്നെ ഇന്ത്യയെ കൈപ്പിടിയിലാക്കും, ഇന്ത്യയുടെ നിയന്ത്രണം ഞങ്ങൾ കൈവശം വെക്കും. ഞങ്ങളുടെ സൈനികർ ഇന്ത്യയെ ആക്രമിക്കാനായിട്ട് ഇങ്ങനെ ത്വര കൊണ്ട് നിൽക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷമുണ്ടായപ്പോൾ ഒടുവിൽ ശക്തമായ ആക്രമണം നടത്തി അവരുടെ ആർമി ബേസുകളെല്ലാം തകർത്ത് കളഞ്ഞു. വ്യോമസേനയ്ക്ക് ഒരു വിമാനം പോലും പറന്ന് ഉയർത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അങ്ങനെ പല ആളുകളുടെയും കാല് പിടിച്ച് അവിടുത്തെ DGMO ഉൾപ്പെടെ ഇന്ത്യയുടെ കാല് പിടിച്ചിട്ട് പറഞ്ഞു എങ്ങനെയെങ്കിലും വെടിനിർത്തണമെന്ന്. അങ്ങനെയാണ് ആ വെടിനിർത്തൽ നമ്മൾ സമ്മതിച്ചത്. അപ്പോൾ ശക്തമായ തിരിച്ചടി നൽകിയെന്ന് ലോകരാജ്യങ്ങൾ കണ്ടു. അവരുടെ ആക്രമണങ്ങളെ മുഴുവൻ നമ്മൾ പ്രതിരോധിച്ചു. അവർക്ക് നേരെ ശക്തമായ മിസൈൽ ആക്രമണം നടത്തി. ഇതെല്ലാം കഴിഞ്ഞ് പരാജയം സംഭവിച്ചു എന്ന് അവർ തന്നെ സമ്മതിച്ചതിന് ശേഷം അമേരിക്കയിൽ പോയിട്ട് പറയുകയാണ്, നമ്മളുടെ വിക്ടറി സ്പീച്ചിൽ നമുക്ക് സന്തോഷിക്കാം, ഇന്ത്യയെ തോൽപ്പിച്ചു, ഇന്ത്യയെ പരാജയപ്പെടുത്തി, ഇനി ഇന്ത്യൻ നിയന്ത്രണം നമ്മുടെ കയ്യിൽ. അപ്പോൾ പാകിസ്ഥാനിലെ പള്ളികളുടെ അടുത്ത് സിനിമാശാലകൾ പോലും നിർമ്മിക്കുമെന്ന് പറയുന്നത് ഖുറാനെ കയ്യിൽ പിടിച്ചുകൊണ്ട് എപ്പോഴും നടക്കുന്ന, മുമ്പൊരിക്കലും ഉണ്ടാകാത്ത തരത്തിലുള്ള മതത്തെ കൂട്ടുപിടിക്കുന്ന ഒരു സൈനിക നേതാവാണ്. അതേ അസീം മുനീറിന് ഡൊണാൾഡ് ട്രംപ് സ്വീകരണം നൽകിയതിൻ്റെ ആത്മവിശ്വാസം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ വീണ്ടും ഇന്ത്യക്കെതിരെ ഒരു പ്രകോപനം. ഈ പ്രകോപനം ഒരു യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഇല്ല, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടി ചേർത്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഞങ്ങൾ ഈ പൊതുവെ പാകിസ്ഥാനിൽ സൈന്യവും സർക്കാരും തമ്മിൽ എപ്പോഴും രണ്ട് ദിശയിലാണ്, രണ്ട് ദിശയിലേക്ക് സഞ്ചരിക്കുന്നവരാണ്. പക്ഷെ ഇവിടെ അസീം മുനീർ പറയുന്നു, ഞങ്ങൾ ഇനി സർക്കാരും സൈന്യവും ഒന്ന് ചേർന്ന് ഒരേ മനസ്സോടെ പ്രവർത്തിക്കാൻ പോവുകയാണ്. ഞങ്ങൾക്കിടയിൽ ഇനി വേർതിരിവുകളില്ല. ഞങ്ങൾക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഇന്ത്യയെ തകർക്കുക, ഇന്ത്യയുടെ പൂർണ്ണമായ നിയന്ത്രണം ഞങ്ങളുടെ കയ്യിലേക്ക് ആക്കുക എന്നുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം,
ഇന്ത്യ ഒരു തിരിച്ചടി നൽകുന്നത്, ഇവരവിടെ ഇരുന്ന് ഒരുപാട് പ്രകോപനങ്ങൾ ഇന്ത്യക്ക് നേരെ ഉണ്ടാക്കിയാലും ഇന്ത്യ വേണ്ടില്ല. തിരിച്ചടിക്കേണ്ട ഒരു സമയം ഇന്ത്യക്ക് തോന്നും. ആ സമയത്ത് ഇന്ത്യ കൃത്യമായി ലക്ഷ്യസ്ഥാനങ്ങളെല്ലാം കണ്ടെത്തി മർമ്മത്തിൽ തന്നെ തിരിച്ചടിക്കുകയും ചെയ്യും. നമ്മൾ പഹൽഗാം, ബലാക്കോട്ട്, ഉറിയൊക്കെ നമ്മുടെ മുന്നിലിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് അറിയാം. അസീം മുനീർ അമേരിക്കയിൽ ചെന്നപ്പോൾ നമ്മൾ തന്നെ കൊടുത്ത ഒരു വാർത്തയാണ്, നൂർഖാൻ എയർബേസ് അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ളതാണ് എന്നും അവിടെ ഇന്ത്യൻ മിസൈലുകൾ പതിച്ചപ്പോഴാണ് അമേരിക്കയ്ക്ക് വല്ലാത്തൊരു ഹാലിളക്കം ഉണ്ടായി. അമേരിക്ക പാകിസ്ഥാനോട് പറഞ്ഞ് നിർത്തിക്കോ, ഇനി തുടങ്ങിയാൽ ഞങ്ങളുടെ നൂർഖാൻ എയർബേസ് പോയാൽ പിന്നെ നിന്നെയൊക്കെ ഞങ്ങൾ വച്ചേക്കില്ല എന്നുള്ളത്. അതോടെയാണ് ഇന്ത്യയുടെ കാല് പിടിക്കാൻ പാകിസ്ഥാൻ വന്നത് എന്നുള്ള തരത്തിൽ അന്തർദേശീയ മാധ്യമങ്ങളാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അമേരിക്കയ്ക്ക് വ്യക്തമായ സ്വാധീനം, അവരുടെ സൈനിക താവളങ്ങളൊക്കെ പാകിസ്ഥാനിലുണ്ട്. അപ്പോൾ ഇന്ത്യയുമായി ഇത്ര അടുത്ത ബന്ധമുള്ള അമേരിക്കയിൽ ചെന്നിരുന്ന ഒരു പാകിസ്ഥാന് സൈനിക മേധാവി പറയുകയാണ്, ഞങ്ങൾ ഇന്ത്യ ആക്രമിക്കാൻ പോവുകയാണ്. ഇന്ത്യ ആക്രമിക്കാത്തത് കൊണ്ട് ഞങ്ങളുടെ സൈനികർ ഒരു ദിവസം പോലും ഉണ്ണുന്നില്ല, ഉറങ്ങുന്നില്ല. ഇന്ത്യ എപ്പോൾ ആക്രമിക്കുമെന്നാണ് അവർ ചോദിക്കുന്നത്. മാത്രമല്ല ഞങ്ങൾ ഇന്ത്യയുടെ നിയന്ത്രണം മുഴുവൻ, അതായത് ഇന്ത്യ ഇനി എന്ത് ചെയ്യണം, ഇന്ത്യ എപ്പോൾ ഉണരണം, എപ്പോൾ ഉറങ്ങണം, എപ്പോൾ മുള്ളണം, എപ്പോൾ ബാത്റൂമിൽ പോകണം, എപ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇനി പാകിസ്ഥാൻ ആയിരിക്കും എന്നുള്ളത്. ഇവന് തലക്കെന്തോ പ്രശ്നമുണ്ടായി, അല്ലെങ്കിൽ ഈ യുദ്ധത്തിന്റെ പേരിൽ ഇവൻ എവിടെ നിന്നോ അടി കിട്ടിയിട്ടുണ്ട്. അതോടുകൂടി ഇവന്റെ കിളി പോയി എന്നേ എനിക്ക് പറയാൻ കഴിയൂ. കാരണം എന്തെന്ന് വെച്ചാൽ ഇന്ത്യയുടെ നിയന്ത്രണം ഒരു കാലത്തും പാകിസ്ഥാന്റെ കൈകളിലാകില്ല എന്നുള്ളത് അസീം മുനീറിനും അറിയാം. ചെന്നിരുന്ന് പറയുന്ന സ്ഥലമായ അമേരിക്കയ്ക്കും അറിയാം. പിന്നെ എന്തിനാണ് ഇത്തരം ഒരു പ്രകോപനം എന്ന് ചോദിച്ചാൽ, ഇന്ത്യയെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഒരു യുദ്ധത്തിലേക്ക് കടക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം അസീം മുനീറിന്റെ ഭാഗത്തുണ്ട്. പിന്നെ മറ്റൊരു സംശയം വരുന്നത്, അസീം മുനീർ ഇപ്പോൾ സിനീജ് പറഞ്ഞതുപോലെ എപ്പോഴും ഖുർആൻ കയ്യിൽ പിടിച്ച് മതത്തെ മാത്രം ഇങ്ങനെ മൃഗ പിടിച്ച് മതവിഷം ഈ ആളുകളിൽ കുത്തി നിറച്ചുകൊണ്ട് അവരെ ഭീകരവാദികളും ചാവേറുകളുമാക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന ആളാണ് ഈ അസീം മുനീർ എന്ന് പറയുന്ന സൈനിക മേധാവി. ഇയാൾ പെട്ടെന്ന് ലിബറൽ ആകുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയോ നിഗൂഢതകളുണ്ട്. അത് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഇപ്പം പ്രകോപനം ഉണ്ടാക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. അതായത് പാകിസ്ഥാനിലെ പട്ടാളം മുഴുവൻ ഇന്ത്യയെ ആക്രമിക്കാൻ അക്ഷമരായി കാത്തു നിൽക്കുന്നു. ഈ ഒരു വാചകം തന്നെ എത്രത്തോളം പ്രകോപനപരമാണ്. അപ്പോൾ ഇന്ത്യയുമായിട്ട് പാകിസ്ഥാനുണ്ടായ സംഘർഷം പരിഹരിച്ചത് ഞങ്ങളാണെന്ന് ട്രംപ് പലതവണ പറയുന്നു. എന്തിനാണ് ട്രംപ് അത് പറയുന്നത്? അപ്പോൾ ഇന്ത്യ പാകിസ്ഥാന് നേരെ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു, അവിടുത്തെ എയർബേസുകൾ തകർത്തിരുന്നു. അപ്പം ഈ അവിടുത്തെ അമേരിക്ക നിയന്ത്രിക്കുന്ന ഒരു എയർബേസിലേക്ക് പോലും ആക്രമണം നടത്തിയപ്പോഴാണ് അമേരിക്ക ഭയന്നതും അമേരിക്കയുടെ വിവരങ്ങൾ ഒളിച്ചു വെച്ച പല കാര്യങ്ങളും പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ DGMOയെ വിളിച്ച് ഒരു യുദ്ധം നിർത്താനുള്ള വെടിനിർത്തൽ കരാറിലേക്കൊക്കെ പോയത്. ഇത് സമ്മതിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അസീം മുനീർ വീണ്ടും തലപൊക്കുന്നത്. കാരണം അസീം മുനീർ ഇടയ്ക്ക് അമേരിക്കയിലെ ഒരു സൈനിക പരേഡുമായി ബന്ധപ്പെട്ട ചടങ്ങിലേക്ക് ഔദ്യോഗികമായി ക്ഷണിക്കപ്പെട്ടു എന്ന് പറഞ്ഞാണ് പോയത്. അത്തരത്തിൽ വാർത്തകളും പറഞ്ഞു. എന്നാൽ അമേരിക്ക അത് നിഷേധിച്ചു. ഞങ്ങൾ അങ്ങനെ സൈനിക പരേഡിൽ ഒരാളെയും അതിഥിയായിട്ട് ക്ഷണിച്ചില്ല. പക്ഷേ ഇവിടെ എന്താ, ഫീൽഡ് മാർഷൽ പദവി കിട്ടിയ അമേരിക്കയിലേക്ക് എത്തിയ പാകിസ്ഥാൻ്റെ സൈന്യാധിപനെ ട്രംപ് ഒരു സ്വീകരണം നൽകുന്നു, ഒരു ഉച്ചവിരുന്ന് നൽകുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. അപ്പോൾ അടച്ചിട്ട മുറിയിലിരുന്ന് അസീം മുനീറും ഡൊണാൾഡ് ട്രംപും തമ്മിൽ ചർച്ചയും നടത്തി. ഇതിനുശേഷമാണ് ഫോർ സ്ക്വയർ എന്നോ മറ്റോ പറഞ്ഞുള്ള ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പാകിസ്ഥാൻകാർ അവർ സംഘടിക്കുന്നു. എന്നിട്ട് ഈ അസീം മുനീറിന് ഒരു ആദരം നൽകുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു പരിപാടി പാകിസ്ഥാൻ അവിടെ സംഘടിപ്പിക്കണമെങ്കിൽ അമേരിക്കയുടെ അറിവും സമ്മതവും വേണം. അപ്പോൾ അമേരിക്കയോട് പറയുന്നു, ഞങ്ങൾ ഇത്തരം ഒരു പരിപാടി നടത്തുന്നു. അപ്പോൾ ട്രംപോ ആ ഭരണകൂടമോ അതിന് അനുമതി നൽകുകയാണ്, നിങ്ങൾ ചെയ്തോളൂ. ആ പരിപാടിയിലൂടെ പറയുകയാണ്, ഇന്ത്യയെ ആക്രമിക്കാൻ ഞങ്ങളുടെ സൈനികർ അക്ഷമരായി കാത്തു നിൽക്കുന്നു. അപ്പോൾ ഇന്ത്യയുടെ സൈനിക ബലവും പാകിസ്ഥാൻ്റെ സൈനിക ബലവുമായിട്ട് തുലനം ചെയ്ത് നോക്കിയാൽ തന്നെ നമ്മൾ എത്രത്തോളം മുന്നിലാണെന്ന് അറിയാം. മാത്രമല്ല പാകിസ്ഥാനും കൊടുത്തേക്കുന്ന സൈനിക ഉപകരണങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ചൈനയുടേതാണ്. അതിനെയെല്ലാം കൃത്യമായി തകർക്കാൻ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുകൾ കൊണ്ട് നമുക്ക് സാധിച്ചു. അപ്പോൾ തദ്ദേശീയമായിട്ടാണ് നമ്മൾ ബ്രഹ്മോസ് മിസൈൽ നിർമ്മിച്ചതെങ്കിലും ഈ ബ്രഹ്മോസ് മിസൈലിനെ പ്രതിരോധിക്കാൻ ലോകത്ത് നിലവിൽ ഒരു രാജ്യത്തിനും ഇപ്പോൾ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ബ്രഹ്മോസ് ഉൾപ്പെടെ വേണമെന്ന് പറഞ്ഞിട്ട് നിരവധി രാജ്യങ്ങൾ വരുന്നു. ആകാശ് ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. S-400 എന്ന് പറയുന്ന റഷ്യൻ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ തുർക്കി കൊടുത്ത ഡ്രോണുകൾ, ചൈന കൊടുത്ത മിസൈലുകൾ, അങ്ങനെ അമേരിക്കൻ സഹായത്തോടെയുള്ള വിമാനങ്ങൾ, ഇതിൻ്റെ എല്ലാം ആക്രമണത്തിൻ്റെ മുനയൊടിക്കാൻ നമുക്ക് സാധിച്ചു. ലോകത്തിന് മുന്നിൽ ഇവർക്ക് വലിയ നാണക്കേടുണ്ടായി.
ഇത്രയും നാണക്കേടുണ്ടായിട്ടും സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായിട്ടും അമേരിക്ക പാകിസ്ഥാനെ വീണ്ടും ലിഫ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നു. എന്നിട്ട് പറയുന്നു UN-ലെ ഈ തീവ്രവാദികൾക്കെതിരായ പ്രവർത്തനങ്ങളുടെയൊക്കെ ഉപസമിതികളുണ്ട്, ഇതിൻ്റെ തലപ്പത്തേക്ക് പാകിസ്ഥാനെ കൊണ്ടുവരുന്നു. തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന പാകിസ്ഥാന് സാമ്പത്തികമായി മുന്നേറാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടിട്ടും വേൾഡ് ബാങ്ക് പാകിസ്ഥാന് ലോൺ അനുവദിച്ചു കൊടുക്കുന്നു. IMF വീണ്ടും പണം അനുവദിക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇതൊക്കെ ചെയ്യുന്നത് ആരാ? അമേരിക്കയുടെ പിന്തുണയോടെയാണെന്ന് വ്യക്തമല്ലേ? അതിൻ്റെ പിൻബലത്തിൽ അസിം മുനീർ നമ്മളെ വെല്ലുവിളിച്ചാൽ ഓപ്പറേഷൻ സിന്ദൂറിനേക്കാൾ വലിയ ഒരു അറ്റാക്ക് ആയിരിക്കും അവർക്ക് നേരിടേണ്ടി വരുന്നത്. ഇനി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സൈനിക സാമ്പത്തിക ആക്രമണം ഉണ്ടായാൽ പാകിസ്ഥാന് കുഴിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റില്ല. ഈ സാഹചര്യത്തിലാണ് ട്രംപും അസിം മുനീറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. അപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വലിയ യുദ്ധം നടക്കുമ്പോൾ അമേരിക്ക അതിനകത്ത് പങ്കെടുക്കുമോ പങ്കെടുക്കത്തില്ലയോ എന്ന് പറഞ്ഞിട്ട് വലിയ ആശങ്കകൾ ചർച്ചകൾ നിൽക്കുന്നു. അവരുടെ ചർച്ചകൾ ഏതാണ്ട് 1 മണിക്കൂറധികം നീളും. ഇതിനിടയിൽ അസിം മുനീർ വീണ്ടും പ്രകോപനവുമായി ഇന്ത്യയിലേക്ക് വരുന്നു, ഇന്ത്യക്കാരെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അമേരിക്ക വീണ്ടും കുളം കലക്കാൻ നോക്കുന്നു എന്നുകൂടി നമ്മൾ അർത്ഥമാക്കണം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അമേരിക്കയുടെ പിൻബലത്തോടു കൂടി പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ചാൽ ഇന്ത്യ തിരിച്ച് അതിലും വലിയ പണി അമേരിക്കയ്ക്കും പാകിസ്ഥാനും കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.